ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് സർജ് ഏതാണ്ട് 20% ഈ അമേരിക്കൻ താരിഫ് നിലനിൽക്കുന്ന സാഹചര്യത്തിലും നമ്മൾ എക്സ്പോർട്ടിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1 മാറ്റർ. രണ്ടാമത്, ഇന്ത്യക്കാരായിട്ടുള്ള ഏതാണ്ട് ഒരു 14,000 പേരെ സൗദി അറേബ്യ ഡീപ്പോർട്ടേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വല്ലാത്ത രീതിയിൽ പെരുപ്പിച്ച് ഇവിടെ പലരും എടുത്ത് വാർത്തകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 52,000 പാകിസ്ഥാനികളെ ഇതേ സൗദി അറേബ്യ ഭിക്ഷാടനം നടത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇവരെ നാട് കടത്തിയിട്ടുണ്ട്. അതിനെ ഒരു രീതിയിലും ഇവിടെ ഫോക്കസ് ചെയ്യുകയോ അതിനെ എടുത്ത് വെച്ച് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു വാലിഡിറ്റിയും ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ സൗദി അറേബ്യയിൽ നിന്നുള്ള ഡീപ്പോർട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ സൗദി അറേബ്യ മാത്രമല്ല അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ആഭ്യന്തരവൽക്കരണം, അതായത് അവിടുത്തെ ലോക്കൽ പോളിസി, ലോക്കൽസിന് ജോലി കൊടുക്കുക എന്നുള്ളതാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞൊരു 15 വർഷങ്ങളായിട്ട് തന്നെ അവരുടെ പൊളിറ്റിക്കലി എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനം. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം ഒബ്വിയസ്ലി, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതായത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ, അവിടെയുള്ള ഇന്ത്യൻ ജനതയെക്കാളും ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് കുടുങ്ങിക്കിടക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എവിടെയാണ്? ഗൾഫ് മേഖലയിലുള്ള എംപ്ലോയ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത്. താരതമ്യേന ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ 14,000 എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പറാണ് ശരിക്കും പറഞ്ഞാൽ താരതമ്യേന. പക്ഷെ അതേസമയം അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ 5.5 ലക്ഷം 6 ലക്ഷം അങ്ങനത്തെ ലക്ഷക്കണക്കിൽ ഇന്ത്യക്കാർ താമസിക്കുന്ന അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഡീപ്പോർട്ടേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ട് കാൽക്കുലേഷനിൽ ഒരു റേഷ്യോയിൽ കൂടുതൽ കണക്ക് കാണിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അവിടെ നമ്പർ ഓഫ് ഇന്ത്യൻസിൻ്റെ ആ ഒരു കുറവ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അമേരിക്കയിൽ ടോട്ടൽ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാണ്? ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഏതാണ്ട് 55 ലക്ഷം മുതൽ 60 ലക്ഷത്തിന് താഴെയാണ് ഇന്ത്യക്കാരുടെ അമേരിക്കയിലുള്ള പോപ്പുലേഷൻ. അപ്പോൾ അതിൽ നിന്നും 5,000 പേരോ ലക്ഷക്കണക്കിന് ആൾക്കാരോ ഒക്കെ അമേരിക്ക ഡീപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഡീപ്പോർട്ടേഷനെ ഈ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടതില്ല. കാരണം ഗൾഫ് മേഖലയിൽ ഒരു രാജ്യങ്ങളിലും ആർക്കും തന്നെ നാഷണാലിറ്റി കൊടുക്കുന്നില്ല. എല്ലാവരും വിസ എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. ആ വിസയ്ക്ക് തന്നെ നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടാണ് ആൾക്കാർ അവിടെ താമസിക്കുന്നത്. ഒരു തവണ വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എംപ്ലോയ്മെൻറ്റിൽ കിട്ടുന്നെങ്കിൽ ഓക്കെ, അല്ലാതെ എത്രയോ പേര് ഫ്രീലാൻസറായിട്ടൊക്കെ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത്രമാത്രം കോസ്റ്റ് അവിടെ മുടക്കിക്കൊണ്ടാണ് പലരും അവിടെ പോയിട്ട് ജോലി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഡീപ്പോർട്ടേഷൻ പല ലീഗൽ കാരണങ്ങൾ കൊണ്ടാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കത്തില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്? ഇതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഫീഷ്യലി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന എല്ലാവരും നല്ല മഹത് വ്യക്തികളാണെന്നൊന്നും അഭിപ്രായപ്പെടരുത്. അവിടെയും ബാങ്ക് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി മുങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ 5 പേരിലും നമുക്ക് ഒരേപോലെയല്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ എവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തേണ്ടത്. അല്ലാതെ എല്ലാം കാർഡടിച്ച് വെടിവെക്കുന്ന കണക്ക് ഇന്ത്യക്കാരെ മൊത്തം പുറത്താക്കുന്നു. എന്നാൽ പിന്നെ ഇന്ത്യക്കാരിപ്പോൾ ഇല്ലേ സൗദി അറേബ്യയിൽ? അവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടറൊക്കെ പിന്നെ എന്ത് ചെയ്യും ഇന്ത്യക്കാരെ പറഞ്ഞു വിട്ടിട്ട്? അപ്പോൾ അതിൽ ഇമാതിരിപ്പെട്ട പൊട്ട ഡയലോഗുകൾ അടിച്ച് 2 വ്യക്തികളിരുന്ന് സംസാരിക്കുകയാണ്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇന്നലെ കാണാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഇന്ത്യക്കുള്ളിൽ വേറെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളത് എടുത്ത് പറയാത്തതാണ്. എന്നാലും 2-3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു പോകാം ഇന്ന്. അതിലുപരിയായിട്ട്, അതായത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ എടുത്തു വെച്ച് അലക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡീപ്പോർട്ടേഷൻ ഇപ്പോൾ ഇതൊക്കെ ഡ്രാമയാണ്. ഇന്ത്യയുടെ എക്സ്പോർട്ട് സർജ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ റഷ്യയെ എതിർത്ത് 10-35 രാജ്യങ്ങളുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത്, റഷ്യയ്ക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട്. അപ്പോൾ ഇത് റഷ്യയ്ക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് 10-35 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ റഷ്യയുടെ എണ്ണയാണ് വളഞ്ഞ് മൂക്ക് പിടിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും റഷ്യയെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഇപ്പം ഇന്ത്യ എണ്ണ വാങ്ങിച്ച് യൂറോപ്പിന് കൊടുത്താലും, വേറെ ഏതെങ്കിലും ഒരു രാജ്യം റഷ്യ എടുത്ത് എണ്ണ വാങ്ങിച്ച് യൂറോപ്പിന് കൊടുത്താലും, ഇറ്റലിയിലെ ഹെക്സാ മൊബൈൽ പോലത്തെ കമ്പനികളൊക്കെ റഷ്യൻ എണ്ണ വാങ്ങിച്ച് ശുദ്ധീകരിച്ച് യൂറോപ്പിന് വിറ്റാലും അൾട്ടിമേറ്റ്ലി എൻഡ് പർച്ചേസർ ആരാണ്? യൂറോപ്പ്. അപ്പോൾ അതിൻ്റെ വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? യൂറോപ്പിൽ നിന്നും. അപ്പോൾ റഷ്യ യുദ്ധം നടത്തുന്നത് യൂറോപ്പിനെതിരെ അല്ലെങ്കിൽ ഉക്രൈനെതിരെ യുദ്ധം നടത്തുന്നെങ്കിൽ റഷ്യ ആ പൈസ കണ്ടെത്തുന്നതും ആ വരുമാനം കണ്ടെത്തുന്നതും യൂറോപ്പിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇന്ത്യയാണെന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു തട്ടിപ്പിനെ, അവരുടെ ആ ഒരു ഇരട്ടത്താപ്പിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പേരെടുത്ത് ഇങ്ങനെ പറയുന്നതാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ എണ്ണ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് യൂറോപ്പിന് കൊടുത്തു എന്ന് പറയുന്നത് ഇതേ അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഭരണകൂടം തന്നെയാണ്.
എന്നാലും അതൊരു സൈഡ് നിൽക്കട്ടെ. ഇനിയിപ്പം എക്സ്പോർട്ട് മേഖലയ്ക്ക് വരാം. 10-35 രാജ്യങ്ങളെ റഷ്യ എതിർക്കുന്നു, കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് ഈ 10-35 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യില്ല. ആരാണ് പിന്നെ ഇന്ത്യയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വളരെ സില്ലി ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രേഡ് കുട്ടികൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ആൾക്കാർ. അപ്പോൾ അതായത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഒരു യൂറോപ്യൻ രാജ്യം പോലും ഇന്ത്യയുടെ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല. മറിച്ച് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുകയും ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളിലേക്ക് ചർച്ചകൾ മുന്നോട്ട് വെക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും സൈൻ ചെയ്യാൻ തയ്യാറുമാണ്. ട്രേഡ് എഗ്രിമെന്റിലുപരി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡുകൾ തന്നെ അത് സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിനൊക്കെ. ഇൻഫാക്റ്റ് അവർ മാറ്റി നിർത്തിയിരിക്കുന്ന ചൈനയുടെ പക്കൽ നിന്ന് വരെ യൂറോപ്യൻസ് സാധനം വാങ്ങിക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഗ്ലോബലി ട്രേഡ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയാണത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്പിന്റെ പാർലമെന്റിൽ റഷ്യക്കെതിരെയുള്ള പലതരത്തിലുള്ള സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നു, അവർ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നു, എല്ലാം റെഡിയാണ്. പക്ഷെ അവർ ഒരിക്കലും ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെയോ പർപ്പസ്ഫുള്ളി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഈ ഇടപെട്ട കാലത്ത് ഒരു രീതിയിലുള്ള സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടില്ല. ചൈനയെ അവർ മാറ്റി നിർത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചൈന പണ്ട് തൊട്ടേ യൂറോപ്പിന് ഒരു ഓപ്പോസിറ്റ് പ്ലെയർ ആണ്. അത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ. ഇപ്പം ജർമ്മനിയുടെ വോക്സ് വാഗൻ എന്ന് പറഞ്ഞ ആ കമ്പനിയൊക്കെ ഒരു പരിധി വരെ ഇച്ചിരി തകർച്ചയിലേക്ക് കൊണ്ടുവന്നതിന് ചൈനയുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പം ടെസ്ല പോലത്തെ കമ്പനിയെ തറ പറ്റിച്ചതിൽ BYDയുടെ പങ്ക് വളരെ വലുതാണ്. ഇതൊന്നും ഡിനൈ ചെയ്യാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് കാടടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ, അതായത് ഭയങ്കര ജിയോ പൊളിറ്റിക്സിൽ ഭയങ്കര പുലികളാണെന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ ആൾക്കാർ എടുത്തു വെക്കുന്നത്. അത് ഒരാൾ പറഞ്ഞാൽ പോലെ പറഞ്ഞിട്ട് കൂട്ടിന് ആളെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് മണ്ടത്തരം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ചൈന യൂറോപ്പിന് മാത്രമല്ല പല മാർക്കറ്റുകളെയും തകർക്കാൻ ചൈന മിടുക്കരാണ്. ഇപ്പോൾ ഇതാ ചൈന ഇപ്പം നോക്കൂ, റേഞ്ച് റോവർ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് അവർ പല വാഹനങ്ങൾ ഇറക്കുന്നത്. ചൈന പെട്രോൾ, അതായത് ഹൈബ്രിഡ് വാഹനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഗൾഫ് മേഖലയിലൊക്കെ ഇറക്കാണ്. ജെറ്റൂർ എന്നൊക്കെ പല കമ്പനികളുണ്ട്. ആ രീതിയിൽ വാഹനങ്ങൾ വില കുറച്ച് തറ വിലയ്ക്ക് ഇറക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം വാങ്ങിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഉഗ്രൻ മോഡലുകൾ യൂറോപ്പിൽ നിന്നും ഉയർന്ന വിലയിൽ നിർമ്മിച്ച് മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ കച്ചവടം നടത്താനിരിക്കുന്ന വാഹന കമ്പനികളുടെ മാർക്കറ്റിനെ ഇത് തകർക്കും. മാർക്കറ്റ് ക്രാക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളൊരു പോളിസി ചൈനയ്ക്ക് പണ്ടേ ഉണ്ട്. അങ്ങനെ മാർക്കറ്റ് ക്രാക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചൈന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വ്യാപാരപരമായിട്ട് പണ്ട് തന്നെ ചൈനയ്ക്കെതിരാണ് യൂറോപ്യൻസിന്റെ പല പോളിസികളും. പക്ഷെ ഇന്ത്യക്കെതിരല്ല. ഇന്ത്യ ഇപ്പോഴും കച്ചവടം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പ്രശ്നത്തിലാണ്. അല്ലാതെ ട്രംപിന്റെ താരിഫ് യൂറോപ്പിന്റെയും ഇന്ത്യയുടെയും ഇടയിലുള്ള ബിസിനസ്സിലില്ല. മിഡിൽ ഈസ്റ്റും ഇന്ത്യക്കും തമ്മിലുള്ള ബിസിനസ്സിലില്ല. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബിസിനസ്സിലല്ല. ഒരാളിരുന്ന് പറയാണ് ഇന്ത്യക്കുള്ളിൽ നിന്ന് എന്ത് സാധനങ്ങൾ ആഫ്രിക്കക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകാനാണെന്നാണ്. അതായത് ഈ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കണം. പല തുണി കമ്പനികളിലും ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി സെല്ലേഴ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നത് ഈ ആഫ്രിക്കക്കാരാണ്. ഇവിടുന്ന് ബൾക്ക് കണക്കിലാണ് തുണികൾ ആഫ്രിക്കയിലേക്ക് കയറ്റുമതി ആകുന്നത്. അതുപോലെ ചെരുപ്പുകളായിക്കോട്ടെ പലതരത്തിലുള്ള പ്രോഡക്ട്സ് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം നമ്മൾ ശരിപ്പെടുത്തണം, അതിലൊരു നീക്കുപോക്കുകൾ വേണം. പക്ഷെ അതിന് അമേരിക്കയും കൂടി തയ്യാറാവണം. ഈ രണ്ട് രാജ്യങ്ങൾക്കും തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള കൺസെന്റ് ആണിത്. അല്ലാതെ നമ്മൾ മാത്രം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ബൈലേറ്ററൽ ചർച്ചയൊക്കെ നടത്തി എന്നോ തീരുമാനമാക്കി വെച്ചതാണ്. അതിലിനി തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയല്ല അതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഗൾഫിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 90 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. ഈ 90 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു ജോബ് മാർക്കറ്റാണ് ഗൾഫ്. ഇവിടെ നിന്നൊക്കെ ഇന്ത്യക്കാരെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കാരണം വേറെ ഒന്നുമല്ല, പല കമ്പനി ഓണേഴ്സും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ പറഞ്ഞു വിട്ടിട്ട് ഗൾഫ് മേഖലയിൽ ഒരു മുന്നോട്ട് പോക്ക് ഗൾഫിന് തന്നെ, ഇന്ത്യക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഗൾഫിന് അസാധ്യമാണ്. അത് മാൻ പവർ മാത്രമല്ല, എന്റർപ്രണർ എന്നുള്ള രീതിയിൽ നോക്കിയാലും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ ഗൾഫിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും ബ്ലണ്ടർ മാത്രമാണ്. ഇനി ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഏതാണ്ട് ഇന്ത്യയിലുള്ള ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അത് എത്രമാത്രം വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് ഡെവലപ്പ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1996 ചെന്നൈയിൽ ഹ്യുണ്ടായി എന്ന് പറഞ്ഞ കമ്പനി വന്ന് സ്റ്റാർട്ട് ചെയ്യാണ് മാനുഫാക്ചറിങ്. എന്താണ്? വെഹിക്കിൾ മാനുഫാക്ചറിങ്, കാർ ഉൽപ്പാദിപ്പിക്കാനുള്ളത്. അന്ന്
ഇന്ത്യയിൽ പരമാവധി കാറുമായിട്ട് ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകളൊന്നും ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ അല്ല. എന്നാലും അവർ ചൈനയിൽ നിന്ന് അവർ കണ്ടെത്തി കാര്യങ്ങളൊക്കെ റിസോഴ്സൊക്കെ അവൈലബിൾ ആക്കി അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടാതെ അവർ എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലേക്ക്, അതേപോലെ യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ടും തുടങ്ങി. അപ്പോഴാണ് പല രാജ്യങ്ങളും നോട്ടീസ് ചെയ്യുന്നത് ഇന്ത്യക്കുള്ളിൽ നിന്നും ഹ്യൂണ്ടായി എന്ന് പറഞ്ഞൊരു കമ്പനി കാർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള കമ്പനികൾക്ക് ചിന്തിച്ചൂടാ? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്പോൾ അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രതീതി. ഇത് ചെന്നൈയിലാണ് ഈ ഒരു പ്ലാന്റ് അവർ തുടങ്ങുന്നത്. അതേ ചെന്നൈയിൽ അപ്പോൾ 1996 ഇത് തുടങ്ങുന്നത്. പതിയെ 2000, 2002, 2003 കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യക്കുള്ളിൽ പലതരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട SMEs കമ്പനികൾ, ഈ കാർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകളുടെ കമ്പനികൾ ഡെവലപ്പ് ആവുകയാണ് പതിയെ. ഇന്ന് ഇന്ത്യക്കുള്ളിൽ ഒരു കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്പെയർ പാർട്സുകളും അവൈലബിൾ ആണ് ഇന്ത്യക്കുള്ളിൽ. ഒരെണ്ണം പോലും നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല. ആ രീതിക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പുരോഗമിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് 1996 മുതൽ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഇൻറ്റൻഷനോട് കൂടി 2014, 2000 അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. ഇത് ത്രൂ ഔട്ട് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് അതേ സെനാരിയോ നിങ്ങൾ എടുത്തു നോക്കൂ. ഇന്ന് അതേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇന്ത്യക്കുള്ളിൽ 32 മില്യൺ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ രീതിയിൽ ഡെവലപ്പായെന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല. അതിന് ഒരു വലിയ ജേണി ഉണ്ട്. ആ ജേണിയുടെ തുടക്കമാണ് 1996 ചെന്നൈയിൽ ഹ്യൂണ്ടായി എന്ന് പറഞ്ഞ ആ കമ്പനി ഇന്ത്യക്കുള്ളിൽ വന്ന് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിച്ചതോടുകൂടി തുടക്കം കുറിച്ചത്. ഇന്ന് റെനോ, നിസാൻ, BMW പോലത്തെ വൻകിട കമ്പനികൾ ഇതേ ചെന്നൈക്കുള്ളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റ് അവരുടെയും കൂടി ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഗ്ലോബൽ ഷെയർ ഈ ഒരു വെഹിക്കിൾ എക്സ്പോർട്ടിൽ ഗ്ലോബൽ ഷെയർ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഇതാണ് 30% കാർ മാനുഫാക്ചറിങ് ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന 30% കാർ മാനുഫാക്ചറിങ് ചെന്നൈയിലാണ്. 35% സ്പെയർ പാർട്സുകളും ചെന്നൈയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആനുവലി 250 ബില്യൺ വർത്ത് വരുന്ന $US വർത്ത് വരുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. 310 മില്യൺ കാറുകളാണ് ആനുവലി ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. 310 മില്യൺ. സ്പെയർ പാർട്സ് മാത്രം 73 ബില്യൺ $US വർത്ത് വരുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇത്രയും വലിയൊരു ഭീമാകരമായിട്ടുള്ള ഇൻഡസ്ട്രി ഇന്ത്യ 1996 മുതൽ നടന്നു നീങ്ങുകയാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഓരോ ഇൻഡസ്ട്രിയും ഇന്ത്യക്കുള്ളിൽ ഡെവലപ്പ് ആകുന്നത്. അത് ഡിഫൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അത് ഏത് തരത്തിലുള്ള പ്രോഡക്ട്സും ആയിക്കോട്ടെ. ഇന്ത്യ ഒരു ലോങ് റണ്ണിൽ ഒരു ലോങ് വിഷനോടുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് പോലെ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യ ശ്രമിക്കുന്നതും. അല്ലാതെ പെട്ടെന്ന് ചെന്നിട്ട് അമേരിക്കയെ ചാക്കിട്ട് പിടിച്ചിട്ട് കുറച്ച് പൈസ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാമെന്നുള്ള അങ്ങനത്തെ ഷോർട്ട് കട്ട് പരിപാടികളൊന്നും തന്നെ ഇന്ത്യക്കില്ല. ഇന്ത്യയുമായിട്ട് സ്ഥിരമായിട്ടുള്ള, അതായത് സ്ഥായിയായിട്ടുള്ള ബിസിനസ്സാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. സോ മാർക്കറ്റിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പക്ഷേ അത് നമ്മളുടെ ലോങ് ടേം ഗ്രോത്തിനെ ബാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.